വെറുപ്പിൽ വിരിഞ്ഞ പ്രണയം ഭാഗം 3. വീട്ടിലെത്തി ഷഹാനയെ കാത്ത് ഷാന നിൽപ്പുണ്ടായിരുന്നു. മോളു, നീ എന്താ കോളേജിൽ വെച്ച് കാണിച്ചു കൂട്ടിയത്? എന്താ മോനെ, നീ എന്തിനാ അവളെ വഴക്ക് പറയുന്നത്? ഉമ്മ കാര്യമറിയാതെ അവനോട് ചോദിച്ചു. അവൻ എല്ലാ കാര്യങ്ങളും ഉമ്മയോട് പറഞ്ഞു. കണക്കായിപ്പോയി, അവൾക്ക് ഇതൊന്നും കിട്ടിയാ പോരാ, ഉമ്മ ഷഹാനയുടെ പക്ഷം ചേർന്ന് പറഞ്ഞു. അവളുമായി പ്രശ്നമുള്ളത് എനിക്കല്ലേ? നീ ഇനി മേലാൽ അവളോട് എന്തെങ്കിലും മോശമായി പെരുമാറിയെന്ന് ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ. താക്കീതോടെ പറയുന്നവനെ നോക്കി ദേഷ്യം കടിച്ചു പിടിച്ചവൾ. ഇതെല്ലാം ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു, ഉമ്മാമ. റൂമിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അവനെ അവർ വിളിച്ചു. മോനെ ഷാനു, ഒന്നിങ്ങ് വന്നേ. അവൻ നേരെ ഉമ്മാമയുടെ റൂമിൽ പോയി. നീ ആ വാതിലടക്ക്. അവൻ വാതിൽ ചാരി ഉമ്മാമയുടെ അടുത്തായി ഇരുന്നു. എന്താ ഉമ്മാമ, പനി കുറവില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? അവനാകെ വെപ്രാളപ്പെട്ടു. അതൊന്നുമില്ല മോനെ, ഞാനൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. എന്താ ഉമ്മാമക്കറിയണ്ടേ? ചോദിച്ചോ. അവൻ പറഞ്ഞു. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട ആ മോളില്ലേ, അവളെ മോള് തല്ലിയതാണോ? അവർ രണ്ടുപേരും തമ്മിൽ എന്താ പ്രശ്നം? അതൊന്നുമില്ല. നീ എന്നോട് കള്ളം പറയണ്ട, സത്യം പറ. നിനക്കും ഇതിലെന്തോ പങ്കുണ്ടല്ലോ. അത് പിന്നെ അവൻ നിന്ന് പരുങ്ങി. ഉമ്മാമ അവൻ്റെ ചെവിക്ക് പിടിച്ചു. വേഗം പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്റെ ചെവി ഞാൻ ഇന്ന് പൊന്നാക്കും. അല്ലാ വിടുമ്മാമ, ഇതെന്താ കുട്ടികളെ പോലെ? ഞാൻ പറയാ. അവൻ ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു. മോനെ, ആ കുട്ടിക്കൊരു തെറ്റ് പറ്റിയതല്ലേ, അതിനവള് മാപ്പും പറഞ്ഞില്ലേ. ഇനി വഴക്കിനൊന്നും നിൽക്കരുത്. അതൊരു പാവം മോളാ. അത്ര പാവമൊന്നുമല്ല, അവൻ പറഞ്ഞു. എനിക്കെന്തായാലും നല്ല ഇഷ്ടമായി. അയ്യടാ, നിങ്ങളെന്തിനാ അവളെയൊക്കെ അങ്ങ് ഇഷ്ടപ്പെടുന്നേ? അവൻ അസൂയോടെ ചോദിച്ചു. അന്നെക്കൊണ്ട് കെട്ടിക്കാൻ നിനക്ക് ചേരുന്ന പെണ്ണാ ആണോ? എന്നാലേ എനിക്ക് വേണ്ട കേട്ടോ. അതെന്താടാ, നിനക്കിഷ്ടായില്ലേ? ഉമ്മാവയൊന്ന് പോയേ, എനിക്ക് വേറെ പണിയുണ്ട്. അതും പറഞ്ഞവൻ നേരെ റൂമിലേക്ക് പോയി. കിടക്കാൻ നേരം അവൻ ഉമ്മാമ പറഞ്ഞ കാര്യം ഓർത്തു. സത്യത്തിൽ ആ പൂച്ചക്കണ്ണിയെ അവനും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. അവളെ വീണ്ടും കാണാൻ അവനും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് കോളേജിലെത്തിയ ലിയ റനിയെ കാത്തു നിൽക്കുകയായിരുന്നു. അവൾ ലേറ്റ് ആയതുകൊണ്ട് ബസ് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് റിയാൻ്റെ കൂടെയാണ് വരുന്നത്. അവനാണെങ്കിൽ ചുളിവിൽ ലിയയെ കാണാനുള്ള അവസരമായാണ് അത് കണ്ടത്. ബ്ലാക്ക് ടീഷർട്ടും വൈറ്റ് പാൻറ്റും ഇട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല ലുക്കിൽ ബുള്ളറ്റിലാണ് ആളുടെ വരവ്. എന്നാൽ ലിയക്ക് പകരം അവനെ കൊതിയോടെ നോക്കി നിന്നത് മറ്റൊരാളായിരുന്നു, ഷഹാന. അവനെ കണ്ട മാത്രയിൽ തന്നെ അവളുടെ മനസ്സിൽ തറഞ്ഞു പോയിരുന്നു അവൻ. എന്നാൽ പിന്നിലിരിക്കുന്നവളെ കണ്ടപ്പോൾ ദേഷ്യം തോന്നി അവൾക്ക്. അല്ല മോളെ, നിനക്കൊന്ന് നേരത്തെ എണീച്ചൂടെ? ഓ പിന്നെ, ഒന്ന് പോടി. ലിയ, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവളുടെ മുറിവിലേക്ക് നോക്കി അവൻ ചോദിച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൾ പറഞ്ഞെങ്കിലും മുറിവ് കാണവേ അവൻ്റെ മനസ്സിലൊരു വേദന അനുഭവപ്പെട്ടു. അവരോട് യാത്ര പറഞ്ഞ് അവൻ പോയി. കോളേജ് വിട്ട് ബസ് കാത്തിരിക്കുകയായിരുന്നു ലിയയും റണിയും. അതുവഴി വന്ന ഷാനു അവളെ കണ്ടു. ഷഹാനയെ പിക്ക് ചെയ്യാൻ വരുന്ന വഴിയായിരുന്നു. അവർക്കരികിലായി വണ്ടി ഒതുക്കി അവൻ പുറത്തിറങ്ങി. തനിക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഒരു ദിവസമെങ്കിലും ലീവ് എടുക്കായിരുന്നില്ലേ? അവൻ ചോദിച്ചു. തനിക്കെന്താ ഇവളുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം? പുച്ഛത്തോടെ റെന ചോദിച്ചു. എടി, ഒന്നും മിണ്ടാതിരി, അവൻ എന്താ കരുതുക? ലിയ അവൻ കേൾക്കാതെ അവളോടായി പറഞ്ഞു. കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചു, അത്രയേ ഉള്ളൂ. അവൾക്കില്ലാത്ത ദേഷ്യമാണല്ലോ ഫ്രണ്ടായ തനിക്ക്, അവൻ റെനയോടായി ചോദിച്ചു. പിന്നെ അമ്മാതിരി പ്രവൃത്തിയല്ലേ തൻ്റെ പെങ്ങൾ ചെയ്തു കൂട്ടിയത്? അത് ഞാനല്ലല്ലോ, അവൾ ചെയ്തതിന് ഞാൻ നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി അവൾ ഒരു പ്രശ്നത്തിനും വരില്ല. റന പുച്ഛത്തോടെ മുഖം തിരിച്ചു. ഇതൊക്കെ കേട്ട് ലിയക്ക് വല്ലാതായി. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? അവൻ അവളോടായി ചോദിച്ചു. വേണ്ട, ഞങ്ങൾ ബസ്സിൽ പോയിക്കൊള്ളാം, ലിയ ചിരിച്ചു കൊണ്ടു പറഞ്ഞു. ഇപ്പോൾ വേദന കുറവുണ്ടോ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ലിയ മറുപടി പറഞ്ഞു. എങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ, കരുതലോടെ പറയുന്നവനെ നോക്കി ഒന്ന് തലയാട്ടിയവൾ. രണ്ടുപേർക്കും പരസ്പരം എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ കലിപ്പോടെ നിൽക്കുന്ന റെനയെ കണ്ടപ്പോൾ അവളോട് പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിയവൻ. നീ എന്തിനാണ് അവനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നെ ഞാനെന്ത് വേണം? എനിക്കവനെ കാണുന്നതേ കലിയാ, റെന പറഞ്ഞു. സത്യത്തിൽ അവന് നമ്മളോടല്ലേ ദേഷ്യം ഉണ്ടാവേണ്ടത്? നമ്മൾ കാരണം അവനല്ലേ നാണം കിട്ടത്. എന്നിട്ടും എത്ര മാന്യമായിട്ടാണ് അവൻ നമ്മളോട് സംസാരിക്കുന്നത്, ലിയ റെനയോടായി പറഞ്ഞു. എന്തോ എനിക്ക് അവനെ കാണുന്നതേ ഇഷ്ടമല്ല, റെന പറഞ്ഞു. വീട്ടിലെത്തിയ ലിയ വളരെ സന്തോഷത്തിലായിരുന്നു.
അവനെ കാണുമ്പോഴൊക്കെ വല്ലാത്തൊരു സന്തോഷം അവൾക്ക് തോന്നാറുണ്ട്. എന്നാൽ റെനയുടെ മുന്നിൽ വെച്ച് അത് പ്രകടിപ്പിക്കാൻ അവൾക്ക് പേടിയായിരുന്നു. അവൾക്ക് അവൻ്റെ പേര് പറയുന്നത് തന്നെ കലിപ്പാണ്. അപ്പോൾ പിന്നെ എനിക്ക് അവനോട് ഒരിഷ്ടമുണ്ടെന്ന് എങ്ങാനും അറിഞ്ഞാൽ പിന്നെ വെച്ചേക്കില്ല അവൾ. അല്ലെങ്കിലും അവൻ്റെ അനിയത്തി ചെയ്തതിന് അവനെന്ത് പിഴച്ചു? എങ്ങനെയെങ്കിലും അവൾക്ക് അവനോടുള്ള ദേഷ്യം മാറ്റിയെടുക്കണം അവൾ മനസ്സിൽ കരുതി. മോളിന്ന് നല്ല സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം? ഉമ്മാമാനോട് പറ. അതൊന്നുമില്ല മാമ, എനിക്ക് വെറുതെ തോന്നുന്നതാ. അതൊന്നുമല്ല, ഉമ്മാമ്മയുടെ കുട്ടിക്ക് ഇന്ന് എന്തോ വലിയ സന്തോഷമുണ്ട്, നീ കാര്യം പറ. അവളൊന്നും പറയാതെ ഉമ്മാമ്മയുടെ കവിളിൽ ഒരു മുത്തം കൊടുത്തു. എന്താണ് ഉമ്മാമ്മയും മോളും കൂടി ഒരു രഹസ്യം പറിച്ചിൽ? ലിയുടെ ഉമ്മ ചോദിച്ചു. അതെ, നിന്റെ മോക്കിന്നൊരു നിധിയെ കിട്ടിയിട്ടുണ്ടെന്നാ തോന്നുന്നേ. അവളുടെ ഈ സന്തോഷം കണ്ടില്ലേ? ഞാനും അത് ശ്രദ്ധിച്ചു. വന്നപ്പോൾ മുതൽ അവൾ നിലം തൊടാതെ തുള്ളിക്കളിക്കല്ലേ. സത്യം പറ, കോളേജിൽ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചോ? കുരുത്തക്കേടാണെങ്കിൽ ചിരിക്കാണോ ചെയ്യുക? പേടിക്കല്ലേ വേണ്ടേ? കണ്ടോ, അപ്പോൾ വേറെ എന്തോ ഉണ്ട്. വേഗം പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്റെ ഒപ്പ വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കും, ഉമ്മാമ്മ പറഞ്ഞു. എൻ്റെ റബ്ബേ, എനിക്കൊന്ന് ചിരിക്കാനും പാടില്ലേ വീട്ടിൽ? ഞാൻ ഇനി ഒരിക്കലും ചിരിക്കുന്നില്ല, പോരെ? ഇതും പറഞ്ഞവൾ നേരെ മുകളിലേക്ക് പോയി. തന്നെ ഒത്തിരി പേർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, എന്നാൽ ഒരാളോട് പോലും ഓക്കെ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊരു പ്രണയത്തോട് അവൾക്ക് ഇതുവരെ താല്പര്യം തോന്നിയിട്ടുമില്ല. എന്നാൽ അവനോട് മാത്രം തോന്നുന്ന ഒരുതരം ഫീലിംഗ്, അവനെ കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു തരിപ്പ്. സിനിമയിലൊക്കെ പറയുന്നത് പോലെ അടിവയറ്റിൽ മഞ്ഞ് പെയ്യുന്ന പോലെ ഒരു സുഖം. ഇതാണോ പ്രണയം? അവളെ അറിയുകയായിരുന്നു അങ്ങനെയൊരു വികാരത്തെ. കേട്ടിട്ട് മാത്രമുള്ള പ്രണയത്തെ അവളും അനുഭവിച്ചറിയുകയായി. വീട്ടിലെത്തിയ ഷാനു ആദ്യം അന്വേഷിച്ചത് മോളുവിനെയാണ്. ഇന്നലെ വഴക്ക് പറഞ്ഞത് മുതൽ പെണ്ണ് പിണക്കത്തിലാണ്. സാധാരണയായി താൻ അവളെ ഒന്നും പറയാത്തതാണ്. ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ അവരും നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ പിണക്കം മാറ്റാനായി ഒരു ഗിഫ്റ്റും കൊണ്ടാണ് ചെക്കൻ്റെ വരവ്. ഉമ്മ, മോളു എവിടെ? അവളെ ഇങ്ങ് വിളിക്കേ. മോളു, നിന്നേത് ഇക്ക വിളിക്കുന്നു. എന്നാൽ അവളാവട്ടെ അതൊന്നും മൈൻഡ് ചെയ്യാതെ റൂമിൽ റീൽസും കണ്ടിരിക്കുകയാണ്. കുറേ സമയം വിളിച്ചിട്ടും വരാത്തത് കൊണ്ട് അവൻ നേരെ അവളുടെ അടുത്തേക്ക് പോയി. എന്താണ്, ഇക്കാക്കാനോട് പിണക്കാണോ? ഇക്കാരോട് ഒരു പിണക്കുമില്ല, അവൾ പറഞ്ഞു. എന്നിട്ടാണോ ഞാൻ കോളേജിൽ പിക്ക് ചെയ്യാൻ വന്നപ്പോൾ എന്നെ കണ്ട ഉടനെ നീ ഫ്രണ്ടിൻ്റെ കൂടെ കാറി കയറിപ്പോയത്? പിന്നെ ഞാനെന്ത് വേണം? ഇക്ക എൻ്റെ അടുത്ത് വരാതെ നേരെ പോയത് അവളുടെ അടുത്തേക്കല്ലേ? അവളോട് അവിടെ കിടന്ന് എന്തൊരു കൊഞ്ചലായിരുന്നു. ഓ, അപ്പം അതാണ് കാര്യം. അത് ഞാൻ ചുമ്മാ ഒന്ന് വിശേഷം ചോദിച്ചതല്ലേ. വേണ്ട, ഇക്ക അവളോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല, അവൾ പിണക്കത്തോടെ പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ അവളോട് ഒരു സംസാരത്തിനുമില്ല. എനിക്ക് നീയല്ലേ വലുത്. നോക്ക്, ഇക്ക എന്താ കൊണ്ടുവരുന്നത്? അവൻ കയ്യിലുള്ള ബോക്സ് കാണിച്ചു കൊണ്ട് പറഞ്ഞു. താ, ഞാൻ നോക്കട്ടെ. അവൾ ആ ബോക്സ് തട്ടിപ്പറിച്ച് ഓപ്പൺ ചെയ്ത് നോക്കി. ഗിഫ്റ്റ് കണ്ട് അവൾക്ക് ഒത്തിരി സന്തോഷമായി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൾ അവനോട് ആവശ്യപ്പെട്ട വില കൂടിയ ഒരു ഡ്രസ്സായിരുന്നു അത്. എന്നാൽ അന്നവൻ അത് വാങ്ങിക്കൊടുത്തില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഈ മാസം ലാസ്റ്റിൽ അവളുടെ പിറന്നാളാണ്. അന്ന് ഗിഫ്റ്റ് നൽകാമെന്ന് കരുതിയതാണ്. എന്നാൽ ഇപ്പം ഈ പിണക്കം മാറ്റാൻ അതാണ് നല്ലതെന്ന് അവന് തോന്നി. വൈറ്റ് നിറത്തിലുള്ള ഓവർ ഡിസൈൻ ഒന്നുമില്ലാത്ത ഒരു സിമ്പിൾ ടോപ്പായിരുന്നു. അവൾ അതെടുത്ത് ഇട്ട് നോക്കി. അളവൊക്കെ പാകമായിരുന്നു. ഇപ്പം നിന്നെ കണ്ട ഒരു മാലാഖയെ പോലെയുണ്ട്. ആണോ? അവൾ അവനെ കെട്ടിപ്പിടിച്ചുമ്മ കൊടുത്തു. ഞാനിത് ഉമ്മാക്കും ഉമ്മാമാക്കും കാണിച്ചു കൊടുക്കട്ടെ. അവൾ സന്തോഷത്തോടെ താഴേക്ക് പോയി. അവൾ ഹാപ്പി ആയതിൽ അവനും സന്തോഷിച്ചു. എന്നാൽ അവൾക്ക് ലിയയോടുള്ള വെറുപ്പിൽ അവൻ വല്ലാത്തൊരു വിഷമം തോന്നി. മോളുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ലിയയെ ഇനി ഒരിക്കലും കാണില്ലെന്നും സംസാരിക്കില്ലെന്നും അവൻ ഉറപ്പിച്ചു.